ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ആമിക്കുട്ടി ഉണ്ട് കേട്ടോ പുതിയ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്ത ഹാമ്പറിൽ എന്തൊക്കെയുള്ള ഇതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും വാലന്റൈൻസ് ഡേക്ക് മുന്നേ പാക്കിങ്ങിൻ്റെ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചിസ്റ്റ് എനിക്കിത് വാലന്റൈൻസ് ഡേക്ക് അല്ല ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിലതൊക്കെ എത്താനൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൺകുട്ടിക്ക് ഭയങ്കര കുശുമ്പായിരുന്നു. ചേട്ടന് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്കില്ലേ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആൺകുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുത്തുട്ടോ, കമ്മലും അല്ലാമി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേക ഒരു ദിവസമൊന്നും ഇല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു ദിവസം ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോൾ കൊടുത്താലും അവർ ഹാപ്പി ആവും. അതുപോലെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ആരെന്ത് ഗിഫ്റ്റ് തന്നാലും അത് ചെറുതാണെങ്കിലും വണ്ടികളുടെ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലേ. ഞാനതുപോലെയാണ് കേട്ടോ. എനിക്ക് എന്ത് ചെറിയ ഗിഫ്റ്റ് കിട്ടിയാലും എപ്പോൾ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അതിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല, അതുപോലെ സമയമില്ല, പ്രത്യേകിച്ച് സന്ദർഭം അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ല. വാലന്റൈൻസ് ഡേക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഹാമ്പർ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് കാണിക്കാം. ഇങ്ങനൊരു ബോക്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഈ ഒരു ഹാമ്പർ ബോക്സ് ഞാൻ വാങ്ങിയിട്ടുള്ളതല്ല, അത് കേടാക്കുന്നു, നശിപ്പിക്കുന്നത്, വാങ്ങിയിട്ടുള്ളതല്ലായിരുന്നു. ഇത് ഓൾറെഡി ഇവിടെ എനിക്ക് പണ്ട് ഒരു പ്ലമ്മിൻ്റെ അങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്നതാണ് കേട്ടോ. ആമിയാനെങ്ങാണ്ടക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെ ഓർഡർ ചെയ്തതെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു ഐറ്റാണ് എന്നെ ഭയങ്കരമായിട്ട് ലേറ്റ് വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആക്കിയത് കേട്ടോ. ആ ഒരു ഐറ്റം കിട്ടാണ്ട് അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം കിട്ടാത്തതിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പം ഇത് വെക്ക് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തോ പറഞ്ഞെടുത്തോ. എനിക്ക് കുറച്ച് ആക്രാന്തം കൂടുതലാണ്. അപ്പോൾ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഡിസോർഡറായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചോക്ലേറ്റ്സ് ഞാൻ വെറുതെ ഒരു ഗുമ്മിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇത് വന്നിട്ട് ദ മെൻ തിങ് എന്ന് പറയുന്ന ഒരു ഫാഷൻ സ്റ്റോറാണ്, ഓൺലൈൻ സ്റ്റോറാണ് മെൻസിൻ്റെ. അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ. ചേട്ടന് വാങ്ങിയിട്ടുള്ളൊരു ചെയിനാണ്. ദേ ഇങ്ങനെ ഒരു ചെയിൻ. വേഗം തുറക്കാം ഞാൻ തുറന്നു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ചെയിനാണ്. ഇതൊക്കെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെയിനാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, ക്രോസ് വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ചെയിനാണ്. മെൻസിന് നല്ലതാണ്. ചേട്ടൻ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കിക്കോ. അപ്പോൾ ഇത് സിൽവറിൽ വരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ദ മെൻ തിങ് എന്ന് പറയുന്ന ഫാഷൻ സ്റ്റോറാണ്, ഓൺലൈൻ ഫാഷൻ സ്റ്റോർ. ഇതാണ് ഞാൻ ലിങ്കൊക്കെ കിട്ടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ ഹസ്ബൻഡിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആകില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു റിംഗ് ആണ് കേട്ടോ. അതും ഇതാണ് കേട്ടോ റിംഗ് വന്നിട്ട്. ഇത് വേറൊന്നുമില്ല, ഇതിലും ക്രോസും പിന്നെ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്നതാ. ഇങ്ങനത്തെ ഒരു റിങ് ഇട്ടിട്ട് കാണാൻ രസമുണ്ട്. എനിക്ക് നല്ല ലൂസാണ്. ഇതിങ്ങനെ ഊരി പോവും സംഭവം കണ്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു റിങ് ആണ് കേട്ടോ. അപ്പം ഇതിന് ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ മാറ്റി വെക്കുകയാണ്. അനക്ക് വേണോ? എടുത്തോ. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സൺഗ്ലാസ് ആണ് കേട്ടോ. ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. ആമിക്ക് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ സംഭവം. അത് മാത്രമേ ഉള്ളൂ, ഇനിയൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സൺഗ്ലാസ് ആണ്, ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത്. ഇത് ബ്രാൻഡ് വന്നിട്ട് വിൻസെൻ്റ് ചേസ് ആണ് കേട്ടോ. വിൻസെൻ്റ് ചേസിൻ്റെ ഒരു സൺഗ്ലാസ്. ഇത് ഞാൻ വാലന്റൈൻസ് ഡേക്ക് ആൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഇത് കണ്ടോ, നൈസായിട്ടില്ലേ, ബ്രൗൺ കളർ. ആമി വെച്ച് നോക്കിക്കോ. ആമി ഭയങ്കര സൈലൻ്റ് ആയിട്ടാട്ടോ ഇരിക്കണത്. എന്താ പറ്റിയേ? ഇരുട്ടായ പോലെ തോന്നിട്ടത് അല്ലേ. എനിക്ക് ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ.
നമ്മൾ ഗിഫ്റ്റ് ചെയ്തൊരു ഐറ്റം അത് കിട്ടാനാണ് കൂടുതൽ ലേറ്റ് ആയതും നമുക്ക് ഈ പണി കിട്ടിയതും. വാലന്റൈൻസ് ഡേക്ക് മുന്നേ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ്. മെയിനായിട്ടും ഈ ഒരു ഹാമ്പറിൻ്റെ ഹൈലൈറ്റ് ആ ഒരു സംഭവമായിരുന്നു. ഞാൻ നേരത്തെ ഇതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നല്ല കിടുവായിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാൻ ഷോർട്സിൽ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൻ്റെ ലിങ്ക് കിട്ടാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള റിലേറ്റഡ് വീഡിയോയിൽ ചെക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനോ ഹസ്ബൻഡിനോ ഫിയാൻസി അച്ഛനമ്മ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അത്രയും സ്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഞാനിതിൻ്റെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അയ്യോ പറഞ്ഞപ്പോൾ അപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു ഫ്രെയിമാണ്. 3D ഇലൂഷൻ വരുന്ന ഒരു ഫ്രെയിമാണിത്. ആമി നോക്കിക്കോ, ആമി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു ഫ്രെയിം വന്നിട്ട് കസ്റ്റമൈസ്ഡ് ആണ്. ഇതിൽ നമുക്ക് LED സ്റ്റാൻഡ് വരുന്നുണ്ട്. അതിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബെഡ് ലാമ്പ് പോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും ആരും ഒന്ന് സർപ്രൈസ് ആയി പോകും. അപ്പോൾ ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ വലിയ മെനയൊന്നുമില്ല, പക്ഷെ സൈഡിൽ ഞാൻ ആ ഒരു വീഡിയോ കൊടുക്കാം. ഇതിൻ്റെ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ വെച്ച് LED സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന് റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നമുക്ക് ലൈറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്ലാഷ് അഡ്ജസ്റ്റ് ചെയ്യാം, ഫെയ്ഡ് ആക്കാം, ലൈറ്റ് സ്മൂത്ത് ആക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള റിമോട്ടും വരുന്നുണ്ട്. തുറക്കണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട്. ഇനി നമ്മുടെ ഹാമ്പറിലെ അവസാന ഐറ്റം ആയിട്ട് ഒരു ടീഷർട്ടാണ് കേട്ടോ. ഈ ഒരു ടീഷർട്ടാണ് ഞാൻ അവസാനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏതാണെന്നറിയോ, വാൻ ഹൗസിൻ്റെ ഒരു ടീഷർട്ടാണ്. നല്ല റോയൽ ബ്ലൂ കളറിൽ വരുന്ന ടീഷർട്ടാണ്. അപ്പോൾ ഇതും പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാനിങ്ങനെ കാണിക്കണുള്ളൂ. നല്ല ഭംഗിയുള്ളൊരു നല്ല ബ്ലൂ ഷെയ്ഡാണ്. വാൻ ഹൗസിൻ്റെ ഒരു ടീഷർട്ടാണ്. ഒത്തിരി പ്രൈസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആമസോണിൽ ഓഫർ സെയിലുകൾ നടക്കാറുണ്ട്, ഫാഷൻ സെയിലുകൾ നടക്കാറുണ്ട്. കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ ബ്രാൻഡ്സിനും കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും കാർട്ടിലിട്ട് വെച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഐറ്റംസൊക്കെ വാലന്റൈൻസ് ഡേ സമയത്ത് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. 2000-2500 രൂപയുടെ ഒരു ഹാമ്പറാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.